കൊടകര കുഴൽപ്പണ കേസിന്റെ ട്രയൽ കോടതി മാറ്റാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നീക്കം. ഇരിങ്ങാലക്കുട സെക്ഷൻസ് കോടതിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ് എറണാകുളത്തെ ഇഡിയുടെ കോടതിയിലേക്ക് മാറ്റാനാണ് നീക്കം. ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയർന്നപ്പോൾ കണക്കൻകടവിലെ ഷട്ടർ വീണ്ടും തകർന്നു. ഏതാനും ദിവസം മുമ്പ് അറ്റകുറ്റപ്പണികൾ നടത്തി താഴ്ത്തിയ ഷട്ടറാണ് വ്യാഴാഴ്ച വൈകിട്ട് 4-ന് തകർന്നത്. വരുമാന പരിധിയിൽ കുടുങ്ങി സാമൂഹ്യനീതി വകുപ്പിന്റെ സ്നേഹപൂർവ്വം പദ്ധതി പ്രകാരമുള്ള സഹായധനത്തിന് അപേക്ഷിക്കാനാകാതെ വിദ്യാർത്ഥികൾ. രക്ഷിതാക്കൾ ഒരാൾ മരിച്ച കുട്ടികൾക്കാണ് പദ്ധതി പ്രകാരം സഹായം കിട്ടുക. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കൊടകര കുഴൽപ്പണ കേസിന്റെ ട്രയൽ കോടതി മാറ്റാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നീക്കം. ഇരിങ്ങാലക്കുട സെക്ഷൻസ് കോടതിയിൽ കേരള പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ് എറണാകുളത്തെ ഇഡിയുടെ കോടതിയിലേക്ക് മാറ്റാനാണ് നീക്കം. സംഭവത്തിൽ BJP നേതാക്കളടക്കം വിചാരണ നടത്തുന്നത് ഒഴിവാക്കാനാണ് ഇഡി നീക്കമെന്നാണ് ആരോപണം ഉയർന്നിട്ടുള്ളത്. ഇരിങ്ങാലക്കുട സെക്ഷൻസ് കോടതിയിൽ കൊടകര കുഴൽപ്പണ കേസിന്റെ കേരള പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ് എറണാകുളത്തെ ഇഡിയുടെ കോടതിയിലേക്ക് മാറ്റാനാണ് നീക്കം. കേസിന്റെ വിചാരണ ഇഡി കോടതിയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് ഇരിങ്ങാലക്കുട സെക്ഷൻസ് കോടതിയിൽ ഇഡി ഹർജി സമർപ്പിച്ചു. വിഷയത്തിൽ ഇഡി കേസിനൊപ്പം നിലവിൽ ഇരിങ്ങാലക്കുട കോടതി പരിഗണിക്കുന്ന കേസ് കൂടി പരിഗണിക്കാമെന്നതാണ് ആവശ്യം. BJP നേതാക്കളെ അടക്കം വിചാരണ നടത്തുന്നത് ഒഴിവാക്കാനാണ് ഇഡി നീക്കമെന്ന് ആരോപണം. കോടതി മാറ്റം ആവശ്യപ്പെടുന്നതിൽ രാഷ്ട്രീയ നീക്കമുണ്ടെന്നാണ് ആക്ഷേപം. BJPയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കൊണ്ടുവന്ന പണമാണ് പിടിച്ചെടുത്തത് എന്നടക്കമുള്ള കാര്യങ്ങൾ അന്ന് തന്നെ ശക്തമായിരുന്നു. BJP നേതാക്കളുടെ വിചാരണ ഒഴിവാക്കുന്നതിനുള്ള നീക്കമാണിതെന്നും വ്യക്തമാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കർണാടകയിൽ നിന്ന് BJPക്ക് വേണ്ടി കള്ളപ്പണം എത്തിച്ചതായാണ് ആരോപണം. 2021 ഏപ്രിൽ 3-ന് കൊടകരയിൽ ദേശീയപാതയിൽ 25 ലക്ഷം രൂപ 10 പേർ ചേർന്ന് തട്ടിയെടുത്തെന്നായിരുന്നു കൊടകര പോലീസ് ആദ്യം രജിസ്റ്റർ ചെയ്ത കേസ്. എന്നാൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തിൽ 3.5 കോടി രൂപയാണ് കൊള്ളയടിച്ചതെന്ന് കണ്ടെത്തി. മീഡിയ ടൈം, കൊച്ചി. ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയർന്നപ്പോൾ കണക്കൻകടവിലെ ഷട്ടർ വീണ്ടും തകർന്നു. ഏതാനും ദിവസം മുമ്പ് അറ്റകുറ്റപ്പണികൾ നടത്തി താഴ്ത്തിയ ഷട്ടറാണ് വ്യാഴാഴ്ച വൈകിട്ട് 4-ന് തകർന്നത്. അതിനിടയിൽ നിർത്തിവച്ചിരിക്കുന്ന ഡ്രഡ്ജിംഗ് പുഴയിൽ നിന്നും ആരംഭിച്ചു. പെരിയാറിൽ നിന്ന് ഉപ്പുവെള്ളം ചാലക്കുടി പുഴയിലേക്ക് കയറുന്നത് തടയാൻ നിർമ്മിച്ച കണക്കൻകടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ മധ്യഭാഗത്തെ ഷട്ടർ തകർന്നു. പുഴയിൽ മുകളിൽ നിന്ന് താഴേക്കുള്ള ഒഴുക്കിന്റെ സമ്മർദ്ദം മൂലമാണ് ഷട്ടർ തകർന്നത്. ഏതാനും ദിവസം മുൻപ് തകരാറുകൾ പരിഹരിച്ച ഷട്ടറാണ് വീണ്ടും തകർന്നിരിക്കുന്നത്. ഇതുമൂലം പുത്തൻവേലിക്കര പഞ്ചായത്ത് ഉൾപ്പെടെ എറണാകുളം, തൃശൂർ ജില്ലയിലെ വലിയൊരു ഭാഗത്ത് കുടിവെള്ള വിതരണവും കൃഷിക്കുള്ള ജലസേചനവും പ്രതിസന്ധിയിലായ വാർത്ത മീഡിയ ടൈം നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഷട്ടർ തകരാർ മൂലം പെരിയാറിൽ നിന്ന് ഓരുജലം കയറാതിരിക്കാൻ താൽക്കാലികമായി പണിതീർക്കുന്ന മണൽ ബണ്ടിന്റെ പണി തുടങ്ങിയിട്ടേയുള്ളൂ. അപ്രതീക്ഷിതമായി മഴ വന്നതിനാലാണ് ചാലക്കുടി പുഴയിൽ ജലവിധാനം ഉയർന്നത്. ഉപ്പു കയറിയതിനെ തുടർന്ന് പുത്തൻവേലിക്കര പഞ്ചായത്തിലെ കുടിവെള്ള പമ്പിംഗ് 2 ആഴ്ചയായി നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ടാങ്കർ ലോറികളിലാണ് കുടിവെള്ള വിതരണം നടക്കുന്നത്. മീഡിയ ടൈം, പുത്തൻവേലിക്കര. വരുമാന പരിധിയിൽ കുടുങ്ങി സാമൂഹ്യനീതി വകുപ്പിന്റെ സ്നേഹപൂർവ്വം പദ്ധതി പ്രകാരമുള്ള സഹായധനത്തിന് അപേക്ഷിക്കാനാകാതെ വിദ്യാർത്ഥികൾ. രക്ഷിതാക്കളിൽ ഒരാൾ മരിച്ച കുട്ടികൾക്കാണ് സ്നേഹപൂർവ്വം പദ്ധതി പ്രകാരം സഹായം കിട്ടുക. കുടുംബ വാർഷിക വരുമാന പരിധിയിലെ സാക്ഷ്യപത്രമാണ് വിദ്യാർത്ഥികൾക്ക് വിനയാകുന്നത്. APL വിഭാഗത്തിലുള്ളവരും കുടുംബ വാർഷിക വരുമാനം ഗ്രാമപ്രദേശങ്ങളിൽ 20,000 രൂപയ്ക്കും നഗരങ്ങളിൽ 22,000 രൂപയ്ക്കും താഴെയുള്ളവർക്ക് സ്നേഹപൂർവ്വം പദ്ധതി പ്രകാരമുള്ള സഹായധനത്തിന് അപേക്ഷിക്കാം. എന്നാൽ ജീവിച്ചിരിക്കുന്ന രക്ഷിതാവിന് വിധവാ പെൻഷനോ അതുപോലുള്ള മറ്റ് ക്ഷേമ പെൻഷനോ ലഭിക്കുന്നുണ്ടെങ്കിൽ വാർഷിക വരുമാനം ഇതിൽ കൂടുതലാകും. അതോടെ ഇവർക്ക് അപേക്ഷിക്കാനാകാത്ത സ്ഥിതിയാണ്. നിലവിൽ ക്ഷേമ പെൻഷൻ തുക മാസം 2,000 രൂപയാണ്. ഏതെങ്കിലും ക്ഷേമ പെൻഷൻ ലഭിക്കുന്നുണ്ടെങ്കിൽ വാർഷിക വരുമാനം 24,000 രൂപയാകും. സ്നേഹപൂർവ്വം പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും നിശ്ചയിച്ചിട്ടുള്ള കുടുംബ വാർഷിക വരുമാനം ഇതിൽ താഴെയായതിനാൽ ഇവർക്കൊന്നും വില്ലേജ് ഓഫീസിൽ നിന്ന് ഇതനുസരിച്ചുള്ള വരുമാന സർട്ടിഫിക്കറ്റ് ലഭിക്കില്ല. ഇതോടെ ഈ വിഭാഗത്തിൽപ്പെടുന്ന പാതിയിലധികം പേർക്കും അപേക്ഷിക്കാനാകില്ല. വരുമാനം നോക്കാതെ സഹായധനം അനുവദിക്കുകയോ കുടുംബ വാർഷിക വരുമാനം പരിധി ഉയർത്തുകയോ ചെയ്താലേ പ്രശ്നത്തിന് പരിഹാരമാകൂ. രക്ഷിതാക്കളിൽ ഒരാൾ നഷ്ടപ്പെടുകയും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുകയും ചെയ്യുന്ന കുട്ടികൾക്ക് വലിയ ആശ്വാസമാണ് സ്നേഹപൂർവ്വം പദ്ധതി. 5 വയസ്സിൽ താഴെയുള്ളവർക്കും 1-ാം ക്ലാസ് മുതൽ ബിരുദത്തിന് വരെ പഠിക്കുന്നവർക്കും ഇത് ലഭിക്കും. 5-ാം ക്ലാസ് വരെയുള്ളവർക്ക് മാസം 300 രൂപയും
6 മുതൽ 10 വരെയുള്ളവർക്ക് 500 രൂപയും 11-12 ക്ലാസുകളിൽ ഉള്ളവർക്ക് 750 രൂപയും പ്രൊഫഷണൽ കോഴ്സ് ഉൾപ്പെടെ ബിരുദ കോഴ്സുകളിൽ പഠിക്കുന്നവർക്ക് 1000 രൂപയുമാണ് സഹായധനമായി ലഭിക്കുക. മീഡിയ ടൈം മാള. ചാലക്കുടി പോട്ട സുന്ദരിക്കവല വീണ്ടും അപകടക്കെണിയായി മാറുന്നു. നിരവധി അപകടങ്ങൾക്കും അപകട മരണങ്ങൾക്കും വേദിയായ ദേശീയപാതയോരത്തെ സുന്ദരകവലയിലാണ് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന രീതിയിൽ വീണ്ടും അധികൃതരുടെ അനാസ്ഥ തുടരുന്നത്. അധികൃതർ ഇനിയും അനാസ്ഥ തുടർന്നാൽ സുന്ദരിക്കവല അപകടങ്ങൾക്ക് വേദിയായി മാറും. ചാലക്കുടി ദേശീയപാതയിൽ നിന്ന് സർവീസ് റോഡിലേക്കും ഒപ്പം സർവീസ് റോഡിൽ നിന്ന് ദേശീയപാതയിലേക്കുമുള്ള അനധികൃത പ്രവേശനമാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത്. പോട്ട മേൽപ്പാലം ഇറങ്ങി അമിത വേഗത്തിൽ എത്തുന്ന വാഹനങ്ങൾ അപ്രതീക്ഷിതമായി സുന്ദരിക്കവലയിൽ നിന്നും ദേശീയപാതയിലേക്ക് കയറുന്ന വാഹനങ്ങളുമായി കൂട്ടിയിടിക്കുന്നത് പതിവാവുകയാണ്. ദേശീയപാതയിൽ നിന്നും ഈ ഭാഗത്തുകൂടി സർവീസ് റോഡിലേക്ക് വാഹനങ്ങൾ പ്രവേശിക്കുമ്പോഴും അപകടം ഉണ്ടാകുന്നുണ്ട്. അപകടങ്ങൾ പതിവായതോടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ സർവീസ് റോഡിലേക്കുള്ള പ്രവേശനം കയർ കെട്ടി തടഞ്ഞിരുന്നു. ഇതേ തുടർന്ന് ഈ ഭാഗത്ത് അപകടങ്ങൾ ഇല്ലാതാവുകയും ചെയ്തു. എന്നാൽ വാഹനങ്ങൾക്ക് ദേശീയപാതയിലേക്കും സർവീസ് റോഡിലേക്കും പ്രവേശിക്കാനാകുന്ന തരത്തിൽ കയർ അറുത്തുമാറ്റിയിരിക്കുകയാണ്. ഇതുവഴി നിരവധി വാഹനങ്ങളാണ് കടന്നുപോകുന്നത്. ഇതോടെ ഇവിടെ അപകടങ്ങൾ സംഭവിക്കുന്നത് വീണ്ടും പതിവായി മാറി. കയർ കെട്ടി പ്രവേശനം പൂർണ്ണമായും തടയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അധികൃതർ ഇനിയും അനാസ്ഥ തുടർന്നാൽ സുന്ദരിക്കവല അപകടങ്ങൾക്ക് വേദിയായി മാറും. മീഡിയ ടൈം ചാലക്കുടി. ഇനി മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൊടുങ്ങല്ലൂർ നഗരസഭ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി നഗരസഭയിലെ എല്ലാ വാർഡുകളിലെയും സ്ഥാനാർത്ഥികളുമായും വോട്ടർമാരുമായി നടന്ന മേഖലാ സംഗമങ്ങളിൽ പങ്കെടുത്തു. 5 മേഖലകളിലായി നടന്ന സംഗമങ്ങളിൽ നിരവധി പ്രവർത്തകരും നാട്ടുകാരും സംബന്ധിച്ചു. ശാസ്താംകോവിൽ, ഐക്കരപ്പറമ്പ്, വയലാർ, ആനാപ്പുഴ, പുല്ലൂറ്റ്, ചാപ്പാറ എന്നിവിടങ്ങളിലാണ് സംഗമങ്ങൾ സംഘടിപ്പിച്ചത്. BJPയുടെ വികസന രേഖയുടെ പ്രകാശനം സുരേഷ് ഗോപി നിർവഹിച്ചു. യോഗത്തിൽ സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. ER ജിതേഷ്, TJ ജെമി, KR വിദ്യാസാഗർ, പ്രജീഷ്, സുനിൽ കുമാർ, ശിവറാം, സജീവൻ, രശ്മി ബാബു എന്നിവർ സംസാരിച്ചു. ഭാര്യ പിതാവിനെ വീട്ടിൽ കയറി ആക്രമിച്ച കേസിൽ സഹോദരങ്ങൾ അറസ്റ്റിൽ. പുല്ലൂർ ഊരകം സ്വദേശി നെല്ലിശ്ശേരി വീട്ടിൽ ജിറ്റ്, സഹോദരൻ റിറ്റ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ആളൂർ സ്വദേശി വാഴപ്പള്ളി ചക്കാത്ത് വീട്ടിൽ ബിജുവിന്റെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് അറസ്റ്റ്. ബിജുവിന്റെ മകളുടെ ഭർത്താവാണ് ജിറ്റ്. മകളെ ജിറ്റ് ഉപദ്രവിക്കുന്നത് പതിവായതിനെ തുടർന്ന് ജിറ്റുമായി പിരിഞ്ഞ മകളും കുഞ്ഞും 10 മാസമായി ബിജുവിന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ഭാര്യയെയും കുഞ്ഞിനെയും വിട്ടുകിട്ടണമെന്ന് പറഞ്ഞാണ് ജിറ്റ് വീട്ടിലെത്തിയത്. എന്നാൽ മകൾ കൂടെ പോകാൻ തയ്യാറായില്ല. ഇതിനെ തുടർന്നുള്ള വൈരാഗ്യത്തിലാണ് പ്രതികൾ ബിജുവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. അവിട്ടത്തൂർ സ്വദേശിയുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ. അവിട്ടത്തൂർ സ്വദേശി തണ്ടാശ്ശേരി സുശാന്തിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. മുൻ വൈരാഗ്യമാണ് കാരണമെന്ന് പോലീസ് പറഞ്ഞു. ആളൂർ പോലീസ് സ്റ്റേഷൻ SI KT ബെന്നിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇയാളെ പിടികൂടിയത്. കോടാലിയിൽ യുവാവിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. സുൽത്താൻ ബത്തേരി സ്വദേശി സുജിത്താണ് മരിച്ചത്. കോടാലി അന്നാം പാടത്ത് സുഹൃത്തായ പുല്ലരിക്കിൽ സാബുവിന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ എത്തിയതായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ വീടിന് സമീപത്തുള്ള കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വെള്ളിക്കുളങ്ങര പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പുതുക്കാട് നിന്നും അഗ്നിരക്ഷാസേന എത്തിയാണ് മൃതദേഹം കരയ്ക്ക് കയറ്റിയത്. ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്കായി വോട്ട് തേടി AICC സെക്രട്ടറി TN പ്രതാപൻ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടുപിടിക്കുമ്പോൾ സ്ഥാനാർത്ഥികളും മുന്നണികളും വോട്ടുറപ്പിക്കാൻ നെട്ടോട്ടം ഓടുമ്പോൾ ഐക്യജനാധിപത്യ മുന്നണി ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെയാണ് TN പ്രതാപൻ സ്ഥാനാർത്ഥികളുടെ വാർഡുകളിലൂടെ സഞ്ചരിച്ച് വോട്ട് തേടുന്നത്. VM ജോണി, പ്രിൻസി മാർട്ടിൻ, അൽഫോൻസ്, സാലി ഫ്രാൻസിസ്, ജിഷ, ബിജേഷ് ബാബു എന്നിവർക്ക് വേണ്ടിയാണ് നേരിട്ട് വോട്ട് തേടുന്നത്. വൈകിട്ട് ആനപ്പുഴ അഞ്ചങ്ങാടിൽ നിന്നും ആരംഭിച്ച യാത്ര ആനപ്പുഴ ജംഗ്ഷനിൽ സമാപിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് ES സാബു, TM നാസർ, അഡ്വക്കേറ്റ് VM മൊഹിയുദ്ദീൻ, K വേണു, ജോഷി ചക്കമാട്ടിൽ, TB സുനിൽകുമാർ എന്നിവരും പങ്കെടുത്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വ്യാപാരികൾക്ക് സ്വീകരണം നൽകി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം ചെയർമാൻ P പവിത്രൻ അധ്യക്ഷനായി. കൺവീനർ MR സച്ചിദാനന്ദൻ, പെരിഞ്ഞന യൂണിറ്റ് പ്രസിഡന്റ് KK ബാബുരാജൻ,
കയ്പമംഗലം യൂണിറ്റ് പ്രസിഡന്റ് VR ഉല്ലാസ്, ചന്ദ്രാപ്പിനി യൂണിറ്റ് പ്രസിഡന്റ് UU രവീന്ദ്രൻ, യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി P പ്രിയൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊഴൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഏകാദശി മഹോത്സവത്തിന്റെ ഭാഗമായി ആറാട്ട് സദ്യ, കാർത്തിക ദീപക്കാഴ്ച, കാർത്തിക വിളക്ക് എന്നിവ നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. ഇന്ന് വൈകിട്ട് അയ്യപ്പൻ വിളക്ക് ആഘോഷം നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടകര കുഴൽപ്പണ കേസിന്റെ ട്രയൽ കോടതി മാറ്റാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നീക്കം. ഇരിഞ്ഞാലക്കുട സെഷൻസ് കോടതിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ് എറണാകുളത്തെ EDയുടെ കോടതിയിലേക്ക് മാറ്റാനാണ് നീക്കം. ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയർന്നപ്പോൾ കണക്കൻ കടവിലെ ഷട്ടർ വീണ്ടും തകർന്നു. ഏതാനും ദിവസം മുമ്പ് അറ്റകുറ്റപ്പണികൾ നടത്തി താഴ്ത്തിയ ഷട്ടറാണ് വ്യാഴാഴ്ച വൈകിട്ട് 4-ന് തകർന്നത്. വരുമാന പരിധിയിൽ കുടുങ്ങി സാമൂഹ്യനീതി വകുപ്പിന്റെ സ്നേഹപൂർവ്വം പദ്ധതി പ്രകാരമുള്ള സഹായധനത്തിന് അപേക്ഷിക്കാനാകാതെ വിദ്യാർത്ഥികൾ. രക്ഷിതാക്കൾ ഒരാൾ മരിച്ച കുട്ടികൾക്കാണ് പദ്ധതി പ്രകാരം സഹായം കിട്ടുക. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.